മർക്കോസ് 9:5. റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം യേശുവിൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞതാണ്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന്. ലോകത്തിൻ്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് മാറി യേശുവിനോടൊപ്പം കുറച്ച് സമയം അതേറ്റവും നല്ലതായി പത്രോസിന് തോന്നി. യേശുവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ അതിലും വലിയ സന്തോഷം തരുന്ന സ്ഥലം മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമുക്ക് ഈ പ്രകാശനം അതിൻ്റെ ആഴമേറിയ അർത്ഥത്തിലും വ്യാപ്തിയിലും ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. മറ്റാരേക്കാളും നല്ലത് യേശു കർത്താവും മറ്റെന്തിനേക്കാളും നല്ലത് ദൈവസാന്നിധ്യവും ദൈവസന്നിധിയുമാണ്. സങ്കീർത്തനം 84:10 നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ നല്ലതാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കോരഹപുത്രന്മാർക്ക് ആ നന്മ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സങ്കീർത്തനം 92:1-2 വാക്യങ്ങളിൽ ദൈവനാമത്തെ കീർത്തിക്കുന്നതും ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സ്നേഹിതന്മാരോടുകൂടെ സമയം ചിലവഴിച്ചാലും ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ കിട്ടുന്ന തേജസ്സും ഓജസ്സും കിട്ടുകയില്ല. മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ചിലവഴിച്ചു. തനിക്ക് വിശന്നില്ല, ദാഹിച്ചില്ല. തന്നെയുമല്ല, തൻ്റെ ത്വക്ക് പ്രകാശിക്കുവാനും ഇടയായി. മറ്റുള്ളവർക്ക് നോക്കുവാൻ പോലും സാധിക്കാത്തതുപോലെയുള്ള പ്രകാശനം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവമഹത്വത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ ഇരുന്ന് തേജസ്സുറ്റ കർത്താവിനെ നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുവാനിടയാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നതും പ്രകീർത്തിക്കുന്നതും നല്ലതെന്ന് മനസ്സിലാക്കി ആരുടെയും മുൻപിൽ ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നല്ലത് എന്ത് എന്ന് ആരാഞ്ഞറിഞ്ഞ് അപ്രകാരം ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.